الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إلا الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا إلهكم واحد ونحن له مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിൽ ഇപ്പോൾ ഒരു നല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ളതാണ്. ദൈവം നീതിമാനാണോ? ദൈവം എങ്ങനെയാണ് മനുഷ്യരെ വീക്ഷിക്കുന്നത്? മനുഷ്യരുടെ കർമ്മങ്ങളെ എങ്ങനെയാണ് ദൈവം സമീപിക്കുന്നത്? എല്ലാ മനുഷ്യരെയും തുല്യ രീതിയിലാണോ? അതല്ല പ്രത്യേകം ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ദൈവത്തിന് പ്രത്യേകിച്ചൊരു മമതയുണ്ടോ? എല്ലാവരുടെയും കർമ്മങ്ങളെ ഒരേ ത്രാസിലാണോ ദൈവം തൂക്കുന്നത്? അതല്ല ഓരോരുത്തർക്കും വ്യത്യസ്ത ത്രാസുകളാണോ? എന്താണ് ദൈവത്തിൻ്റെ മാനദണ്ഡം? ഇതാണ് കേരളം ഇപ്പോൾ നടത്തുന്ന ചർച്ചകളിലൊന്ന്. ഈ ചർച്ച ഉത്ഭവിച്ച രീതികളെ അല്ലെങ്കിൽ ഉത്ഭവിച്ച ഉറവിടത്തെയൊക്കെ നാം മാറ്റിവെച്ചാൽ ഈ ചർച്ച വളരെ പ്രസക്തമാണ്. ബഹുഭൂരിപക്ഷം ദൈവവിശ്വാസികളുള്ള നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഈ ചർച്ച തീർച്ചയായും ഉയർന്ന അക്കാദമികമായ നിലവാരത്തിൽ തന്നെ പോകേണ്ടതുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അത്യുന്നതമായ ഗുണവിശേഷണങ്ങളിലൊന്ന് നീതി എന്നുള്ളതാണ്. നീതി എന്നുള്ളത് ദൈവത്തിൻ്റെ ഗുണമല്ല, അത് ദൈവം തന്നെയാണ് എന്നാണ് ഇസ്ലാമിക ദൈവശാസ്ത്രം പറയുന്നത്. അതിൽ നീതി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നാമങ്ങളിലൊന്ന്. നീതിമാൻ എന്നല്ല, നീതി എന്നാണ് ദൈവത്തിൻ്റെ നാമം. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ദൈവനാമങ്ങളിൽ ഒന്ന് അതാണ്, നീതി. ഒരു വിശേഷണത്തിൻ്റെ ധാതു, ഒരു വിശേഷണത്തിൻ്റെ അതേ പദം തന്നെ ദൈവത്തിന് നാമമായി വരുന്നത് വളരെ ചുരുക്കം ചില വിശേഷണങ്ങളിൽ മാത്രമാണ്. സത്യം, നീതി, കരുണ പോലുള്ള ഗുണങ്ങളാണ്, പ്രകാശം പോലുള്ള ഗുണങ്ങളാണ് ആ കാര്യം തന്നെ ദൈവമായി തീരുന്നത്. അപ്പോൾ സത്യമാണ് ദൈവം എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ അൽ ഹഖ് ഹുവല്ലാഹ് എന്ന ഇസ്ലാമിക ദൈവശാസ്ത്രമാണ് അദ്ദേഹം പറയുന്നത്. സത്യമാണ് ദൈവം. അതുപോലെ പറയാൻ കഴിയുന്ന മറ്റൊന്നാണ് നീതിയാണ് ദൈവം. അള്ളാഹു നീതിമാനല്ല, നീതി തന്നെയാണ്. ഇത് ഒരു ശക്തമായ മാനദണ്ഡം കൂടിയാണ്. നീതിക്ക് വിരുദ്ധമായതൊന്നും ദൈവത്തിൽ നിന്നുണ്ടാവുകയില്ല. നീതിക്ക് ചേരാത്തതോ നീതിക്ക് ഗുണകരമല്ലാത്തതോ ആയ ഒരു പ്രവൃത്തിയും ദൈവത്തിൽ നിന്നുണ്ടാകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായ വേദത്തിലും ഉണ്ടാകരുത്. എന്ന് വരുമ്പോൾ ആത്യന്തികമായ നീതി എന്താണോ അതായിരിക്കണം ദൈവത്തിൽ നിന്നുണ്ടാകുന്നത്. നീതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊരുപാടുണ്ട്. പക്ഷേ വളരെ പ്രധാനമായി പറയാൻ കഴിയുന്നത് നീതിക്ക് വിരുദ്ധമായ ഏറ്റവും വലിയ കാര്യം പക്ഷപാതിത്വമാണ്. എൻ്റെ ആളുകൾ ചെയ്യുന്നത് ശരി, അതെന്തായാലും. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ്, അതെന്തായാലും. ഇത് നീതിയെ പൊളിച്ചു കളയുന്ന
ഒരു തത്വമാണ്. തീർത്തും നീതിക്ക് വിരുദ്ധമായ, നീതി ഒരു കാലത്തും നീതിക്ക് ചേരാത്ത ഒരു തത്വമാണത്. എൻ്റെ ആളുകൾ ചെയ്യുന്നത് എന്തായാലും ശരി, റൈറ്റ് ഓർ റോങ്, അവിടെ ശരി തെറ്റുകളില്ല. ചെയ്തത് എൻ്റെ ആളുകളാണോ, എൻ്റെ മതത്തിലെ ആളുകളാണോ, എൻ്റെ ജാതിയിലെ ആളുകളാണോ, എൻ്റെ സമുദായത്തിലെ ആളുകളാണോ, എൻ്റെ പാർട്ടിയിലെ ആളുകളാണോ, ആരാവട്ടെ, എൻ്റെ എന്ന് പറയാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു വിഭാഗത്തിലെ ആളുകൾ എന്ത് ചെയ്താലും അത് ശരി, അല്ലാത്തവരെന്ത് ചെയ്താലും അത് തെറ്റ്. അത് എത്ര വലിയ നന്മയാകട്ടെ, എന്താകട്ടെ. ഈ ഒരു മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തത്വങ്ങളിലൊന്ന്. ഇതിന് അറബിയിൽ പറയുന്നത് അസബിയ എന്നാണ്. വംശീയത എന്നോ പക്ഷപാതിത്വം എന്നോ ഒക്കെ പറയാം. ഇത് പക്ഷേ ദൈവത്തിൽ ആരോപിക്കുന്നു ദൈവവിശ്വാസികളായ പലരും. ദൈവം നമ്മുടെ ആളാണ്, നമ്മുടെ സമുദായത്തിൻ്റെ, നമ്മുടെ മതത്തിൻ്റെ, നമ്മുടെ കുലത്തിൻ്റെ, നമ്മുടെ ജാതിയുടെ ആളാണ് ദൈവം. ഇനി അള്ളാഹു എന്ന നാമം വെച്ച് നോക്കിയാൽ അള്ളാഹു ആരാണ്? അത് മുസ്ലിങ്ങളുടെ ദൈവമാണ്. ആര് പറയുന്നു? മുസ്ലിങ്ങൾ തന്നെ പറയുന്നു. എങ്ങനെ പറയുന്നു? അവർ പറച്ചിൽ അങ്ങനെയല്ല പറയാ, പ്രപഞ്ചത്തിൻ്റെ നാഥൻ എന്ന് പറയും. എന്നിട്ടോ കൊണ്ടുവന്ന് മുസ്ലിങ്ങളുടെ ദൈവമാക്കി മാറ്റും. അതെങ്ങനെ? നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അവസാനം സ്വർഗമുണ്ട്, അങ്ങനെ പറയുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്താലും അവസാനം നമ്മൾ സ്വർഗത്തിലെത്തും. ഇത് വെറും വർത്തമാനമാണോ? അല്ല, ബുഖാരിയിലുള്ളതാണ്. എന്താണത്? പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞതായി ബുഖാരി പറയുന്നു. പ്രവാചകൻ ഒരിക്കലും പറഞ്ഞതല്ല കേട്ടോ, പറഞ്ഞിട്ടുമില്ല, ബുഖാരി പറയാണ്. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരൊക്കെ സ്വർഗത്തിലാണ്. അത്രയും പറഞ്ഞ് നിർത്തിയെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ പ്രവാചകനെ കൊണ്ട് വീണ്ടും ഇവർ പറയിപ്പിക്കുന്നു എന്ത്? അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഇൻ ജനാ വസരിഖ, അയാൾ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നയാളാണെങ്കിലോ? നല്ല ചോദ്യം. വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇൻ ജനാ വസരിഖ, അവൻ മോഷ്ടിച്ചാലും ശരി വ്യഭിചരിച്ചാലും ശരി അവൻ സ്വർഗത്തിലാകും. ഇതാണ് പ്രവാചകൻ എന്ന പ്രവാചകൻ്റേതെന്ന പേരിൽ ബുഖാരി ഉൾപ്പെടെയുള്ള പൗരോഹിത്യം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു ദൈവസങ്കല്പം. അതാണ്, നമ്മുടെ ആളുകൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ ദൈവം അത് പൊറുക്കും. എന്നിട്ട് മറ്റുള്ളവരെന്ത് നന്മ ചെയ്താലും നോക്കുക, ദൈവമില്ല. മറ്റുള്ളവർ ഒരു നന്മ ചെയ്താലും ആ നന്മകളൊന്നും ഉപയുക്തമല്ല, അതൊന്നും പ്രയോജനകരമല്ല, അതൊക്കെ പൊളിഞ്ഞു പോകും. കാരണം അവർ നമ്മുടെ ജാതിയിൽ, നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് മതം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവം, നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു ദൈവം, നമ്മോട് പ്രത്യേക കണ്ണുകളോടെ, പ്രത്യേകമായ വാത്സല്യത്തോടെ, പ്രത്യേകമായ ചില അഭിനിവേശത്തോടെ നമ്മെ പുണരുന്ന ദൈവം. ബാക്കിയുള്ളവരൊക്കെ ആ ദൈവത്തിന് വെറുപ്പാണ്, ആ ദൈവത്തിന് കൊള്ളാത്ത ആളുകളാണ്. ദൈവം അവരെയൊക്കെ ശിക്ഷിക്കുകയും അവരുടെ ഒരു നന്മകളെയും പരിഗണിക്കുകയുമില്ല. യഥാർത്ഥത്തിൽ ഇതാണോ ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ചുള്ള വിശ്വാസം? ഈമാൻ കാര്യങ്ങളിൽ പെടുത്തിയിട്ടില്ല നമ്മുടെ അഖീദ. ഈ അഖീദ ഉണ്ടാക്കിയത് ആരാണ് എന്നൊക്കെ പരിശോധിച്ചാൽ അത് രസകരമായ ചരിത്രമുണ്ട് അതിൻ്റെ പിന്നിൽ. അഖീദ അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇസ്ലാം കാര്യവും ഈമാൻ കാര്യമൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ടല്ലോ. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് എന്താകണമെന്നൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഇവരുണ്ടാക്കിയ ഇസ്ലാം കാര്യങ്ങളൊക്കെയും അനുഷ്ഠാനബന്ധിതമാണ്. നിങ്ങൾ നോക്കൂ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. ഇതിൽ സക്കാത്ത് എന്നുള്ള ഒരു സംഗതിയെ മാത്രം മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ അനുഷ്ഠാനങ്ങളാണ്. മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലാത്ത ഇസ്ലാം കാര്യങ്ങൾ, മനുഷ്യരുമായിട്ടൊരു ബന്ധമില്ല അതിന്. ഇങ്ങനെയാണ് ഇസ്ലാം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് വരേണ്ടതാണ് ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആദ്യമായി അള്ളാഹു ലോകത്തിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബിക്ക് നൽകിയ നിർദ്ദേശം ഇഖ്റ ആണെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി വരേണ്ടത് ഖിറാഅത്തല്ലേ, വായനയല്ലേ, അക്ഷരാഭ്യാസമല്ലേ? അതൊക്കെ മാറ്റിവെച്ചിട്ട് വെറും അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ആ സംഭവത്തെ ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിറകെ പറയാം. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കണം, മാലാഖമാരിൽ വിശ്വസിക്കണം, കിതാബുകളിൽ വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, അന്ത്യനാളിൽ വിശ്വസിക്കണം. പിന്നെ ഖദർ എന്ന് പറയുന്ന അവർക്കോ മറ്റുള്ളവർക്കോ തിരിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ വക്രമായി വ്യാഖ്യാനിച്ചിട്ടുള്ള, എല്ലാം പടച്ചവൻ്റെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുന്ന മറ്റൊരു വിശ്വാസത്തെക്കുറിച്ചും അവർ പറഞ്ഞു. അതൊക്കെ വിശദമായി നമുക്ക് പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച്, കേവലമായ നീതിയെക്കുറിച്ച്, അബ്സല്യൂട്ടായിട്ടുള്ള നീതിയെക്കുറിച്ച് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ കുലദൈവ മതദൈവ സങ്കല്പത്തെ ഒരിക്കലും കൊണ്ടുവരിക സാധ്യമല്ല.
നോക്കൂ നിങ്ങൾ, അള്ളാഹു മനുഷ്യരാശിയെ കാണുന്നത് ഈ പറഞ്ഞ മതത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ ഭാഷയുടെയോ ഏതെങ്കിലും ഒരു അളവുകോൽ വെച്ചല്ല. നിങ്ങളുടെ ഏത് ജാതിയിൽ പിറന്നു അള്ളാഹുവിന് വിഷയമല്ല. നിങ്ങളുടെ ഏത് മതത്തിൽ നിൽക്കുന്നു അള്ളാഹുവിന് വിഷയമല്ല. നിങ്ങളുടെ ഏത് ഭാഷ സംസാരിക്കുന്നു അള്ളാഹുവിന് വിഷയമല്ല. നിങ്ങളുടെ ഏത് വേഷം ധരിക്കുന്നു അള്ളാഹുവിന് വിഷയമല്ല. പിന്നെ എന്താ അള്ളാഹുവിൻ്റെ വിഷയം? നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ നന്നായോ എങ്കിൽ അള്ളാഹു നിങ്ങളെ ആ അർത്ഥത്തിൽ പരിഗണിക്കും. നിങ്ങളുടെ കർമ്മങ്ങൾ ചീത്തയായോ എങ്കിൽ ആ അർത്ഥത്തിലാണ് അള്ളാഹു നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യ സമൂഹത്തെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ. സൂറ ആലു ഇംറാനിൽ 195-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങളുടെ ഏത് ലിംഗ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, നിങ്ങളുടെ ഒരു കർമ്മവും അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. ഇന്നി, അള്ളാഹു പറയാണ്, ഞാൻ, അള്ളാഹുവിൻ്റെ ഓഫറാണ്, ലാ ഉദീഉ അമല ആമിലിൻ മിൻകും, നിങ്ങളുടെ ഒരാളുടെയും ഒരു കർമ്മങ്ങളെയും നാം നഷ്ടപ്പെടുത്തുകയില്ല. നിങ്ങളുടെ എന്ന് പറയുന്നത് എടുത്ത് ഗാന്ധിജി പെടുന്നുണ്ട്, മണ്ടേല പെടുന്നുണ്ട്, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പെടുന്നുണ്ട്, മദർ തെരേസ പെടുന്നുണ്ട്, AP അബൂബക്കർ മുസ്ലിയാർ പെടുന്നുണ്ട്, EK അബൂബക്കർ മുസ്ലിയാർ പെടുന്നുണ്ട്, എല്ലാവരും പെടുന്നുണ്ട്. എല്ലാവരോടും അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സകല കർമ്മങ്ങളും നാം നഷ്ടപ്പെടുത്തുകയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും നാം അത് നഷ്ടപ്പെടുത്തുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഓഫറാണ്. ഈ ഓഫറിൽ നിന്ന് എങ്ങനെയാണ്, ആരെയാണ് മാറ്റി നിർത്തുക? ഗാന്ധിജിയെ മാറ്റി നിർത്താൻ ഒക്കുമോ? AKജിയെ മാറ്റി നിർത്താൻ ഒക്കുമോ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ മാറ്റി നിർത്താൻ ഒക്കുമോ? നെഹ്റുവിനെ മാറ്റി നിർത്താൻ ഒക്കുമോ? ആരെയാണ് മാറ്റി നിർത്തുക? നിങ്ങളുടെ ഒരു കർമ്മവും നാം നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, പരലോകത്തെക്കുറിച്ച് പറയുന്നിടത്ത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു, ആര് നന്മ ചെയ്താലും, അണുമണി തൂക്കം അല്പമാത്രമെങ്കിലും നന്മ ചെയ്താൽ അത് അയാൾ കാണും, അയാൾ അനുഭവിക്കും, അയാൾക്ക് അതിൻ്റെ പുണ്യം ലഭിക്കും. അൺകണ്ടീഷണലായിട്ടാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ ഇന്ന മതത്തിൽ ജനിച്ചാൽ, ഇന്ന സമുദായത്തിൽ ജനിച്ചാൽ, ഇന്ന പേര് സ്വീകരിച്ചാൽ, ഇന്ന ഭാഷ സംസാരിച്ചാൽ, ഇന്ന വസ്ത്രം ധരിച്ചാൽ എന്ന കണ്ടീഷനൊന്നുമില്ല. മനുഷ്യരാണ് നിങ്ങൾ. നിങ്ങൾ ചെയ്ത സകല നന്മകളും നിങ്ങൾക്ക് അനുഭവപ്പെടും, നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കും. ഇത് അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത ഓഫറാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല അള്ളാഹു മനുഷ്യരെ സമീപിക്കുന്നത് എന്നർത്ഥം. വേദക്കാരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നോക്കൂ, ലൈസു സവാഅൻ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമ യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ. സൂറ ആലു ഇംറാനിലെ 113-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, ലൈസു സവാഅൻ, വേദക്കാരെല്ലാവരും ഒരുപോലെയല്ല. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിലുണ്ട്. ഉമ്മത്തുൻ ഖായിമത്തുൻ, നീതിപൂർവം പ്രവർത്തിക്കുന്ന ഒരു സമൂഹം വേദക്കാരിലുണ്ട്. ഏത് വേദക്കാരെക്കുറിച്ചാണ് പറയുന്നത്? ഖുർആൻ അവതരിക്കുന്ന കാലത്ത്, അതിന് മുമ്പുള്ള, അതിന് ശേഷമുള്ള എല്ലാ കാലത്തേക്കുമുള്ളതാണ് ഖുർആൻ എന്ന് പറയുന്നുവെങ്കിൽ, എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യരാശിയോട് അള്ളാഹു പറയുന്നു, വേദക്കാരെല്ലാവരും ഒരുപോലെയല്ല, അവരിൽ നീതിയുക്തമായി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നിട്ട് പറയുന്നു, യത്ലൂന ആയാത്തില്ല, അവർ ദൈവവചനങ്ങൾ വായിക്കുന്നു. ഏതാണ് ദൈവവചനം? വേദക്കാർ വായിക്കുന്ന ദൈവവചനം ഏതായാലും ഖുർആനായിരിക്കുമല്ലോ. അവർ ബൈബിൾ വായിക്കുന്നു, അവർ തോറ വായിക്കുന്നു, അവർ അഥർവവും സാമവേദവും ഋഗ്വേദവും യജുർവേദവും വായിക്കുന്നു, അവർ വേദാന്തങ്ങൾ വായിക്കുന്നു, അവർ ഗീത വായിക്കുന്നു. ഇതാ ഖുർആൻ പറഞ്ഞത്. യത്ലൂന ആയാത്തില്ല, അവർ വേദം വായിക്കുന്നു. അത് ഹിന്ദുവാണെങ്കിൽ ഗീത വായിക്കും, ക്രിസ്ത്യനാണെങ്കിൽ ബൈബിൾ വായിക്കും, യഹൂദനാണെങ്കിൽ തോറ വായിക്കും, ബുദ്ധനാണെങ്കിൽ ആഗമങ്ങൾ വായിക്കും. അങ്ങനെ വായിക്കുമെന്ന് ഖുർആൻ പറയുന്നു. എപ്പോൾ വായിക്കും? ആനാ അല്ലൈലി, പാതിരാവിൽ എഴുന്നേറ്റവർ അവരുടെ വേദങ്ങൾ വായിക്കുന്നു. എന്നിട്ട് വഹും യസ്ജുദൂൻ, അവർ സാഷ്ടാംഗത്തിൽ വീഴുന്നു. ആ വേദത്തിൻ്റെ ഗരിമ കണ്ട് അതിലുള്ള ആശയങ്ങൾ ഗ്രഹിച്ച് അവർ സാഷ്ടാംഗം നമിക്കുന്നു. ഖുർആൻ പറയുന്ന കാര്യമാണിത്. ഖുർആൻ വായിക്കുന്ന മുസ്ലിമിനെ കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത്, മറിച്ച് മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിലുള്ളവർ വേദം വായിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ വായിക്കുന്നത് ഖുർആൻ അല്ല എന്നുറപ്പല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വളരെ വ്യക്തമായി എല്ലാ വേദങ്ങളെയും അംഗീകരിച്ച് എല്ലാവരുടെയും കർമ്മങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഖുർആൻ പ്രബോധനം ചെയ്യുന്നത് എന്നറിയണം. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങൾ വേദക്കാരോട് തർക്കിക്കാൻ പോകരുത്, നല്ല നിലയിലല്ലാതെ സംവദിക്കരുത്.
വേദക്കാരോട് തർക്കിക്കാൻ പോകരുത്. നിങ്ങളുടെ ബൈബിൾ തെറ്റാണ്, കുറ്റമാണ്, അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അതിൽ പിഴവുണ്ട്, അത് ഇന്ന ഭാഗത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് സ്നേഹസംവാദം എന്ന പേരിൽ വിദ്വേഷ സംവാദം നടത്തി കേരളത്തിലുള്ള ജനങ്ങളെ മുഴുവനും, ഇന്ത്യയിലുള്ള ജനങ്ങളെ മുഴുവനും രണ്ട് തട്ടുകളിലേക്കാക്കി വർഗീയത ഉണ്ടാക്കിയ ആളുകൾ ഈ ആയത്തൊന്ന് വായിച്ചു നോക്കണം. വലാ തുജാദിലു അഹ്ലൽ കിതാബ്, വേദക്കാരോട് നിങ്ങൾ തർക്കിക്കരുത്, അവർ വേദം വായിക്കുന്നവരാണ്. എന്നിട്ട് പറയുന്നു വഖൂലു ആമന്ന, അവരോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ ആമന്ന ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, ഞങ്ങൾക്ക് അവതരിച്ചതിലും നിങ്ങൾക്ക് അവതരിച്ചതിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ തോറയിൽ വിശ്വസിക്കുന്നു, ഖുർആനിൽ വിശ്വസിക്കുന്ന പോലെ, ഞങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നു, ഖുർആനിൽ വിശ്വസിക്കുന്നത് പോലെ, ഞങ്ങൾ ഭാരതീയ വേദങ്ങളിൽ വിശ്വസിക്കുന്നു, ഖുർആനിൽ വിശ്വസിക്കുന്നത് പോലെ എന്നാണ് അവരോട് പറയേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറയുന്നു വ ഇലാഹുനാ ഇലാഹുക്കും വാഹിദ്, നമ്മുടെയും നിങ്ങളുടെയും ഒക്കെ ദൈവം ഒന്നാണ്, വനഹ്നു ലഹു മുസ്ലിമൂൻ, അത് ആ ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നാണ് പറയേണ്ടത്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് നാരായണ ഗുരു പറഞ്ഞതുപോലെ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ ഒന്നാണ് എന്നവരോട് പറയുക, അല്ലാതെ അവരോട് തർക്കിക്കാൻ പോകരുതെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ടോ നമ്മുടെ സംഘടനകളുടെയൊക്കെ പ്രധാനപ്പെട്ട പണി എന്താണ്? നിങ്ങളുടെ വേദം തെറ്റ്, നിങ്ങളുടെ വേദം കൊണ്ടാത്തത്, നിങ്ങളുടെ വേദം മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് എന്ന് നിരന്തരം പറഞ്ഞ് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയും മറ്റുള്ളവരുടെ വേദങ്ങളെ അപമാനിക്കുകയും ചെയ്യുന്ന രീതിയല്ല ഇപ്പോഴും ഈ വിവാദമുണ്ടായതിൽ പിറകെ നമ്മുടെ കേരളത്തിലുള്ള മുഖം മൂടി അണിഞ്ഞിട്ടുള്ള മതേതരത്വത്തിൻ്റെയും ജനങ്ങളുടെ മൊത്തം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന സംഘടനകളുടെയും ഒക്കെ ആളുകൾ രംഗത്ത് വന്നിട്ട് എന്താ പറയുന്നത്? അതൊന്നും ശരിയല്ല, അങ്ങനെ ആരും സ്വർഗത്തിലേക്കൊന്നും പോകില്ല, സ്വർഗം ഞങ്ങളുടെ കുറച്ചൊരു കുടുക്കക്കഷായം വെക്കുന്ന ഒരു സ്ഥലമാണ്, സ്വർഗത്തിലേക്ക് ഞങ്ങളെ പോകുള്ളൂ, അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞിട്ട് എത്ര വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തനി വർഗീയത, വംശീയത, സമൂഹത്തെ മുഴുവനും ഭിന്നിപ്പിക്കുന്ന തരത്തിൽ മതം മാറ്റം എന്ന് പറയുന്ന രീതി ആസൂത്രിതമായി കൊണ്ടുവരികയും ആ മതം മാറ്റത്തിൻ്റെ പേരിൽ ഒരുപാട് ബെനിഫിറ്റുകൾ, ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സംഘടനകൾക്ക് ഇങ്ങനെയല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. അവർ സംസാരിക്കുന്നത് ഖുർആനല്ല, അവർ സംസാരിക്കുന്നത് അവരുടെ സംഘടനാപരമായ താല്പര്യങ്ങളും സംഘടനാ തത്വങ്ങളുമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ വേദങ്ങളും സത്യമാണെന്നും ആ വേദങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നും എല്ലാ മനുഷ്യരുടെയും നന്മകളെ അള്ളാഹു കാണുന്നുണ്ട് എന്നുമാണ്. ഇനി പൂർവ്വ വേദങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നോക്കൂ. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വ അൻസല തൗറാത്ത വൽ ഇൻജീൽ, പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ് നിനക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ വേദം, അവൻ തന്നെയാകുന്നു തോറയെയും ഇൻജീലിനെയും അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. ഈ ഖുർആൻ അവതരിപ്പിച്ചവൻ തന്നെ. ആ വേദങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നു വആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദൻ വനൂറുൻ വമുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി വഹുദൻ വമൗഇദത്തൻ ലിൽ മുത്തഖീൻ. ഇൻജീൽ അവതരിപ്പിച്ചത്, സുവിശേഷങ്ങൾ അവതരിപ്പിച്ചത് അല്ലാഹുവാണ്. ആ സുവിശേഷങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹുദൻ, അത് സന്മാർഗമാണ്, വനൂർ, അത് പ്രകാശമാണ്, വമൗഇദത്തുൻ ലിൽ മുത്തഖീൻ, അത് ഭക്തരായ ആളുകൾക്ക് സതുപദേശമാണ്. നോക്കണം, ഖുർആന് നൽകിയ അതേ വിശേഷണം ഈ വേദങ്ങൾക്കൊക്കെ നൽകുന്നു. ഇങ്ങനെ പൂർവ്വ വേദങ്ങളെയും ആ വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങളെയും അംഗീകരിച്ചവരാണ് അള്ളാഹു. എന്ന് മാത്രമല്ല, മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, വഅൻസൽനാ ഇലൈക്കൽ കിതാബ, ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ് പറയുന്നത്. വഅൻസൽനാ ഇലൈക്കൽ കിതാബ, നിങ്ങളിലേക്ക് നാം വേദം അവതരിപ്പിച്ചു, ബിൽ ഹഖ്, സത്യസമേതമായി, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട്, മിനൽ കിതാബി, പൂർവ്വവേദങ്ങൾ, വമുഹൈമിനൻ അലൈഹി, അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടും. അതുകൊണ്ട് ഫഹ്കും ബിമാ അൻസലല്ലാഹ്, ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, ദൈവം അവതരിപ്പിച്ച വേദങ്ങളനുസരിച്ച് അവർക്കിടയിൽ വിധി കൽപ്പിക്കണം. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ താല്പര്യങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അമ്മാ ജാഅക മിനൽ ഹഖ്, നിനക്ക് അവതരിച്ചിട്ടുള്ള സത്യത്തിൽ നിന്ന് മാറി ജനങ്ങളുടെ താല്പര്യം നീ പിൻപറ്റരുത്. എന്നിട്ട് അള്ളാഹു പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, ലിക്കുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ, നിങ്ങളിൽ ഓരോ സമൂഹത്തിനും നാം വ്യത്യസ്തമായ ശരീഅത്തും വ്യത്യസ്തമായ വഴികളും നാം നിശ്ചയിച്ചിരിക്കുന്നു. ലിക്കുല്ലിൻ, നിങ്ങൾ ഓരോരുത്തർക്കും, ജഅൽന, നാം നിശ്ചയിച്ചിരിക്കുന്നു, ശിർഅതൻ, ശരീഅത്തും വമിൻഹാജൻ, വഴികളും. ഒരൊറ്റ ശരീഅത്ത് മാത്രമല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ഖുർആനാണ് പറയുന്നത്, നിങ്ങളിൽ ഓരോ സമൂഹത്തിനും നാം ശരീഅത്തും വഴികളും നാം നിശ്ചയിച്ചിരിക്കുന്നു. ആര്? അള്ളാഹു പറയുന്നു, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. ഇവരുണ്ടാക്കിയതല്ല. ഇതാരോട് പറയുന്നു? മുഹമ്മദ് നബിയോട് പറയുന്നു, ലോക മുസ്ലിം സമൂഹത്തോട് പറയുന്നു. എന്നിട്ട് അതിന് ശേഷം പറയുന്നത് എന്താണ്? വലൗ ഷാ അല്ലാഹു ലജഅലക്കും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെല്ലാവരെയും ഒരൊറ്റ സമുദായമാക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമായിരുന്നു.
നിങ്ങളെല്ലാവരെയും ഒരൊറ്റ സമുദായമാക്കി, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാക്കാൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷേ വേറെ ഓരോരുത്തർക്കും വെവ്വേറെ ശരീഅത്ത് നൽകി, വെവ്വേറെ വഴികൾ നൽകി. വലാകിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾ ഓരോരുത്തർക്കും നൽകിയ ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അള്ളാഹു. നോക്കണം, ഖുർആൻ പറയുന്ന ദീനേതാണ്, ഈ പൗരോഹിത്യവും സംഘടനകളും പറയുന്ന ദീനേതാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, അതുകൊണ്ട് നിങ്ങൾ നന്മയിൽ മത്സരിക്കുക. ക്രിസ്ത്യാനികളെ നിങ്ങൾ ബൈബിൾ അനുസരിച്ച്, യഹൂദരെ നിങ്ങൾ തോറയനുസരിച്ച്, മുസ്ലിങ്ങളെ നിങ്ങൾ ഖുർആൻ അനുസരിച്ച്, ഭാരതീയരെ നിങ്ങൾ നിങ്ങളുടെ വേദവും വേദാന്തവും അനുസരിച്ച് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക, നന്മകളിൽ മത്സരിക്കുക. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളെല്ലാവരും തിരിച്ചു വരേണ്ടത് എന്നിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങളിപ്പോൾ അർത്ഥമില്ലാതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൻ്റെ സത്യം അന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇതിനേക്കാൾ അപ്പുറത്ത് എങ്ങനെയാണ് ഖുർആൻ പറയേണ്ടത്? ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരീഅത്തുണ്ടെന്ന്, വ്യത്യസ്തമായ വഴികളുണ്ടെന്ന്. ശരീഅത്ത് മാത്രമാണോ? മറ്റൊരായത്ത് നോക്കൂ നിങ്ങൾ, ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹു ഫലാ യുനാസിഉന്നക ഫിൽ അംർ. സൂറ ഹജ്ജിൽ അല്ലാഹു പറയുന്നു, ലിക്കുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും ജഅൽനാ, നാം നിശ്ചയിച്ചിട്ടുണ്ട്, മൻസകൻ, ആരാധനാരീതികൾ. നേരത്തെ ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ പറയുന്നു ഓരോരുത്തർക്കും നാം നിശ്ചയിച്ചിരിക്കുന്നു ആരാധനാരീതികൾ. കുർബാന എടുക്കുന്നവരും നിസ്കരിക്കുന്നവരും തൊഴുതു നിൽക്കുന്നവരും മുട്ടുകാലിൽ പ്രാർത്ഥിക്കുന്നവരും സാഷ്ടാംഗം നമിച്ച് പ്രാർത്ഥിക്കുന്നവരുമെല്ലാം ജഅൽനാ മൻസകൻ, നാം നിശ്ചയിച്ച ആരാധനാരീതികളാണ്. ഹും നാസികൂഹു, അതാണ് അവർ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഫലാ യുനാസിഉന്നക ഫിൽ അംരി, അക്കാര്യത്തിൽ തർക്കത്തിന് വരരുത്. ആരാധനകളുടെ കാര്യത്തിൽ തർക്കത്തിന് വരരുത്. കൈകെട്ടുന്ന കാര്യത്തിലും പുരോഹിതന്റെ കാര്യത്തിലും കൂട്ടുപ്രാർത്ഥനയുടെ കാര്യത്തിലും തർക്കിച്ച് മുശ്രിക്കും കാഫറും പുറത്തും അകത്തുമാക്കുന്ന കൂട്ടരെ, മതങ്ങൾ തമ്മിലുള്ള ആരാധനാ വ്യത്യാസത്തിൽ പോലും തർക്കിക്കരുതെന്ന ഖുർആൻ പറയുന്നത്. എന്നിട്ടില്ലേ മതത്തിനകത്തുള്ള കാര്യങ്ങൾ തർക്കിക്കരുത്. ഇതൊക്കെ അള്ളാഹു പറയുന്നത് ഞാൻ നിശ്ചയിച്ചതാണ് ഇതൊക്കെ എന്നാണ്, നാം നിശ്ചയിച്ചതാണ്, ഇക്കാര്യത്തിലൊന്നും തർക്കിക്കരുതെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ടും നാം ഗാന്ധിജിയെ പോലുള്ള ഒരു മഹാത്മാവിനെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് മനുഷ്യ സമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവിതവും തൻ്റെ സകലതും സമർപ്പിച്ച് ജീവിച്ച മഹാത്മാക്കളെക്കുറിച്ച് തങ്ങളുടെ ജാതിയിലും മതത്തിലും പെട്ടവരല്ല എന്ന ഒരൊറ്റ കാരണത്താൽ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന കൂട്ടരെക്കുറിച്ച് എന്ത് പറയാൻ? എന്തിന് ഗാന്ധിജി അബൂ താലിബിനെ നരകത്തിലയച്ചവരല്ലേ ഈ കൂട്ടർ? മുഹമ്മദ് നബിയെ പൊന്നുപോലെ സംരക്ഷിച്ച് എങ്ങനെയാണോ കോഴിക്കുഞ്ഞുങ്ങളെ, തള്ളക്കോഴി എങ്ങനെയാണോ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നത്, അതുപോലെ ഒളിപ്പിച്ചു വെച്ച് ആ മഹാമനുഷ്യനെ, ഈ ലോകത്തിൻ്റെ സർവ്വശറുകളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തിയ മഹാപുരുഷനായ അബൂ താലിബിനെ അഗ്നിയുടെ ചെരുപ്പും കൊടുത്ത് നരകത്തിലേക്ക് അയച്ച ഈ മുല്ലമാർക്ക് പിന്നെ എന്ത് ഗാന്ധിജി, പിന്നെ എന്ത് മണ്ടേല, പിന്നെ എന്ത് തെരേസ? മനസ്സിലാകുമോ ഈ കൂട്ടർക്ക്? ഞങ്ങൾക്ക് മാത്രം സ്വർഗം, ഞങ്ങൾ കുറച്ചാളുകൾക്ക്, അതും ഞങ്ങൾ മുഴുവനൊന്നല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഉപഗ്രൂപ്പിൽപ്പെട്ട കുറച്ചാളുകൾക്ക് മാത്രം സ്വർഗം എന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ കുത്തക അവകാശപ്പെട്ട് മറ്റുള്ളവരുടെ നന്മകളെ മുഴുവനും മാറ്റിവെക്കുന്ന പുരോഹിതന്മാർക്ക് ഏതായാലും ഖുർആൻ കൂട്ടില്ല, മുഹമ്മദ് നബി കൂട്ടില്ല, ബുദ്ധിയുള്ള പണ്ഡിതന്മാരും കൂട്ടില്ല. ഉസ്താദ് റഷീദ് റിളയെക്കുറിച്ച് നമ്മൾ അകമ്പൊരുളിലൊക്കെ എഴുതിയപ്പോൾ നമ്മളെക്കുറിച്ച് വലിയ ആക്ഷേപം, റഷീദ് റിളയുടെ തെറ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെയൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നതാണ്. എങ്കിൽ റഷീദ് റിള എന്ത് പറഞ്ഞു എന്ന് അറബിയിൽ തന്നെ അതിൻ്റെ ഇബാറത്ത് തന്നെ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റഷീദ് റിള സൂറ നിസായിലെ 123 ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അൻ മുജാഹിദ് എന്ന പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഖാലത്തിൽ അറബു, അറബികൾ പറഞ്ഞു, ലാ നുബഅസു വലാ നുഹാസബ്, നമ്മൾ പുനർജനിപ്പിക്കപ്പെടുകയുമില്ല, നമ്മളെ പടച്ചോൻ വിചാരണ ചെയ്യുകയുമില്ല, കാരണം നമ്മൾ അറബികളാണ്. വഖാലത്തിൽ യഹൂദ വന്നസാറ, യഹൂദരും നസാറാക്കളും പറഞ്ഞു, ലയദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന യഹൂദൻ ഔ നസാറ, ഒന്നുകിൽ ക്രിസ്ത്യാനിയാകണം സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ. യഹൂദർ പറഞ്ഞല്ല, യഹൂദരാകണം സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമുൻ മഅദൂദാത്ത്, അഥവാ സ്വർഗ്ഗത്തിൽ കടന്നാൽ തന്നെ കുറച്ചു കാലം ഞങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫഅൻസലല്ലാഹു ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ്, നിങ്ങളുടെ വ്യാമോഹം അനുസരിച്ചല്ല പടച്ചോൻ വിധിക്കുന്നത് എന്ന ആയത്തിറങ്ങിയത് അപ്പോഴാണ് എന്ന് റഷീദ് റിള പറയുന്നു. തീർന്നില്ല, റഷീദ് റിള പറയുന്നതെന്ന് കുറച്ചുകൂടി കേൾക്കണം നിങ്ങൾ. മസ്റൂഖിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തുടരുന്നു, ഇഹ്തജ്ജൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ പറഞ്ഞു, വഅഹ്ലുൽ കിതാബ്, അഹ്ലു കിതാബും പറഞ്ഞു. അവർ തെളിവ് ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഫഖാലൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ പറയുന്നത്, നഹ്നു അഹ്ദാ മിൻകും, ഞങ്ങളാണ് നിങ്ങളെക്കാൾ സന്മാർഗത്തിലെത്തിയവർ. വഖാല അഹ്ലുൽ കിതാബ്,
അഹ്ലി കിതാബ് പറയുന്നു നഹ്നു അഹ്ദാ മിൻകും, അല്ല ഞങ്ങളാണ് കൂടുതൽ സന്മാർഗത്തിലെത്തിയവർ എന്ന് പറഞ്ഞു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കി. റഷീദ് എന്ന് പറഞ്ഞു നിർത്തിയില്ല, ഇനിയും തുടരുന്നു. വാൻ ഖത്താദ എന്ന പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു അന്നൽ മുസ്ലിമീന വാഹലുൽ കിതാബ്, അഹ്ലുൽ കിതാബ് മുസ്ലിങ്ങളും ഇഫ്തഖറു, അവർ അഭിമാനം അഹങ്കരിച്ചു. എങ്ങനെ? ഫഖാല അഹ്ലുൽ കിതാബ്, വേദക്കാർ പറഞ്ഞു നബിയുനാ ഖബ്ല നബിയിക്കും, ഞങ്ങളുടെ നബിയാണ് നിങ്ങളുടെ നബിയേക്കാൾ മുമ്പ് വന്നയാൾ. വ കിതാബുനാ ഖബ്ല കിതാബിക്കും, ഞങ്ങളുടെ വേദമാണ് നിങ്ങൾക്ക് മുമ്പേ വന്ന വേദം. വനഹ്നു ഔലാ ബില്ലാഹി മിൻകും, അതുകൊണ്ട് ഞങ്ങളാണ് അള്ളാഹുവിനോട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്തത്. വഖാലൽ മുസ്ലിമൂന, അപ്പോൾ അത് കേട്ടപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു നഹ്നു ഔലാ ബില്ലാഹി മിൻകും, അല്ല ഞങ്ങളാണ് അള്ളാഹുവിനോട് കൂടുതൽ നിങ്ങളെക്കാൾ അടുത്തവർ. വനബിയുനാ ഖാതമുൽ അംബിയാഇ, ഞങ്ങളുടെ പ്രവാചകനാണ് അവസാനത്തെ പ്രവാചകൻ. വ കിതാബുനാ യഖ്ലി അലൽ കുതുബില്ലദീ കാലത്ത് ഖബ്ലഹു, ഞങ്ങളുടെ കിതാബ് പൂർവ്വവേദങ്ങളെയൊക്കെ വിധിക്കാൻ പര്യാപ്തമായ കിതാബാണ്. അപ്പോഴാണ് ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അള്ളാഹു പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിച്ചത്. റഷീദ് എന്ന് പറയുന്നു. അദ്ദേഹം തുടരുന്നു, തീർന്നില്ല. സുദ്ദി എന്ന പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തുടരുന്നു. ഇൽതഖാ നാസും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം തർക്കിച്ചു. വൽ യഹൂദു, യഹൂദരും തർക്കിച്ചു. വൻ നസാറ, ക്രിസ്ത്യാനികളും തർക്കിച്ചു. ഫഖാലത്തിൽ യഹൂദു ലിൽ മുസ്ലിമീൻ, യഹൂദികൾ മുസ്ലിങ്ങളോട് പറഞ്ഞു നഹ്നു ഖൈറും മിൻകും, ഞങ്ങളാണ് നിങ്ങളെക്കാൾ ശ്രേഷ്ഠർ. ദീനുനാ ഖബ്ല ദീനിക്കും, ഞങ്ങളുടെ ദീനാണ് നിങ്ങളുടേതിനേക്കാൾ മുമ്പുള്ള ദീൻ. വനബിയുനാ ഖബ്ല നബിയിക്കും, ഞങ്ങളുടെ പ്രവാചകൻ നിങ്ങളുടെ പ്രവാചകനേക്കാൾ മുമ്പുള്ള പ്രവാചകനാണ്. വനഹ്നു അലാ ദീനി ഇബ്രാഹിം, ഞങ്ങൾ ഇബ്രാഹിമി മതത്തിലാണ്. അതുകൊണ്ട് വല യദ്ഖുലുൽ ജന്നത ഇല്ലാ മൻ കാന യഹൂദിയ, ജൂതന്മാരല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് യഹൂദർ പറഞ്ഞു മുസ്ലിങ്ങളോട്. വഖാലത്തിൻ നസാറ മിസ്ല ദാലിക്, ഇപ്രകാരം തന്നെ ക്രിസ്ത്യാനികളും പറഞ്ഞു. ഇത് കേട്ടിട്ട് മുസ്ലിങ്ങൾ പറഞ്ഞു ഫഖാലൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ പറഞ്ഞു കിതാബുനാ ബഅദ കിതാബിക്കും, ഞങ്ങളുടെ വേദമാണ് അവസാനത്തെ വേദം. വനബിയുനാ ബഅദ നബിയിക്കും, ഞങ്ങളുടെ പ്രവാചകനാണ് അവസാനത്തെ പ്രവാചകൻ. വദീനുനാ ബഅദ ദീനിക്കും, ഞങ്ങളുടെ മതമാണ് നിങ്ങൾക്ക് ശേഷമുണ്ടായ പുതിയ മതം. വഖദ് ഉമിർതും അൻ തത്ബഊനാ വതത്റുകൂ അംറക്കും, നിങ്ങളുടെ മതമൊക്കെ വിട്ട് ഞങ്ങളുടെ മതത്തെ പിൻപറ്റാൻ നിങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. ഫനഹ്നു ഖൈറും മിൻകും, ഞങ്ങളാണ് നിങ്ങളെക്കാൾ ശ്രേഷ്ഠർ. വനഹ്നു അലാ ദീനി ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ്, ഇസ്ഹാഖിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇബ്രാഹിമിൻ്റെയും മതത്തിലാണ് ഞങ്ങളുള്ളത്. വല യദ്ഖുലുൽ ജന്നത ഇല്ലാ മൻ കാന അലാ ദീനിന, മുസ്ലിങ്ങളല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഫറദ്ദല്ലാഹു അലൈഹിം, അള്ളാഹു ഈ വാദങ്ങളെ മുഴുവൻ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് റഷീദ് റിള പറയുന്നു. ഈ വാദങ്ങളെ മുഴുവൻ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നാണ് റഷീദ് റിള പറയുന്നത്. എന്തെങ്കിലും അറബി വായിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ കൂട്ടി വായിക്കാൻ അറിയാത്ത പിള്ളേരെ കൊണ്ട് സംഘടനകളുടെ തലതൊട്ടപ്പന്മാർക്ക് ധൈര്യമില്ലാതെ പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചാൽ ഇതങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നൊന്നും വിചാരിക്കേണ്ട. റഷീദ് റിള എഴുതിയ കിതാബ് ഇവിടെ ഉണ്ട്. എന്നിട്ട് റഷീദ് റിള പറയുന്നു അൽ ഉസ്താദുൽ ഇമാം യഖൂൽ, റഷീദ് റിള പറയുന്നത് എന്തെന്നാൽ യഖൂലു അന്നഹു ജതമഅ നഫറും മിനൽ മുസ്ലിമീന വൽ യഹൂദ വൻ നസാറ, യഹൂദരും നസാറാക്കളും മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമൊക്കെ വതകല്ലമ കുല്ലും ഫി തഫ്ദീലി ദീനിഹി വ ദീനിഹി, തങ്ങളുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒത്തുകൂടിയപ്പോൾ ഫനസല ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വൽ മഅന, ഈ ആയത്ത് ഉദ്ദേശിക്കുന്ന സാരം എന്തെന്നാൽ ലൈസ ശറഫുദ്ദീനി വ ഫദ്ലിഹി വലാ നജാതു അഹ്ലിഹി ബിഹി അൻ യഖൂൽ, വാദം കൊണ്ട് മാത്രം ഒരു മതവും ശ്രേഷ്ഠമാകുന്നില്ല. ഫൈനൽ ജസാ ഇന്നമാ യകൂനു അലൽ അമൽ, കർമ്മം കൊണ്ടാണ് അവനവൻ്റെ മതവും അവനവൻ്റെ ആദർശവും ശ്രേഷ്ഠമാകുന്നത്. ലാ അല തമന്നി വൽ ഗുറൂർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ വ്യാമോഹമനുസരിച്ച് വിധിക്കുന്നവനല്ല. ഫലാ അംറു നജാത്തിക്കും അയ്യുഹൽ മുസ്ലിമൂന മനുതംബി അമാനിയിക്കും, അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളുടെ വ്യാമോഹമനുസരിച്ചല്ല രക്ഷാശിക്ഷകളിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റഷീദ് റിള ഈ ആയത്തിൻ്റെ വിശദീകരണം അവസാനിപ്പിക്കുന്നത്. റഷീദ് റിള എഴുതിയ തഫ്സീറുൽ മനാർ ലഭ്യമാണ്, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ലഭ്യമാണ്, എടുത്ത് വായിച്ചു നോക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിച്ച പണ്ഡിതന്മാർ പണ്ടുണ്ടായിട്ടുണ്ട്. റഷീദ് റിള അടുത്ത കാലക്കാരനാണെങ്കിലും. അപ്പോൾ ഈ പണ്ഡിതന്മാർ, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് മുഹമ്മദ് അബ്ദു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ കർമ്മങ്ങൾ എന്ന നിലയിൽ പരിഗണിക്കുന്നവനാണ് അല്ലാഹു, അവൻ നീതിമാനാണ്, ആരുടെയും കർമ്മങ്ങളെ പാഴാക്കി കളയുകയില്ല. നിങ്ങളൊരു മാപ്പിള സ്വർഗം സ്വപ്നം കാണണ്ട, അങ്ങനെ ഒരു മാപ്പിള സ്വർഗം അല്ലാഹു പഠിച്ചിട്ടില്ല. അല്ലാഹു സ്വർഗനരകങ്ങളെ കൊടുക്കുന്നത് മനുഷ്യൻ്റെ നീതിബോധമനുസരിച്ചാണ്, മനുഷ്യൻ്റെ കർമ്മങ്ങളെ ആസ്പദിച്ചാണ്, മനുഷ്യൻ ഈ ലോകത്ത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പരിഗണിച്ചാണ്. അല്ലാതെ ജനിച്ച ജാതിയുടെയും മതത്തിൻ്റെയും കുലത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭാഷയുടെയും പേരിലല്ല, മനുഷ്യൻ്റെ നന്മകളെയും നീതിയെയും മാത്രം പരിഗണിച്ചാണ്. അതാണ് അള്ളാഹുവിൻ്റെ നീതി. അപ്പോൾ മാത്രമാണ് കേവലമായ നീതി പുലരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നിൽ ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരിമാരെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മുല്ലന്മാരും പുരോഹിതന്മാരും സംഘടനാ നേതാക്കളും പ്രഭാഷണ തൊഴിലാളികളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സ്വർഗ്ഗ നരകമൊക്കെ പടച്ചോൻ തീരുമാനിക്കും, നമ്മളാരെയും സ്വർഗത്തിലേക്ക് അയക്കണ്ട. ഇത് കേൾക്കുമ്പോൾ ഒരു നല്ല മറുപടിയായിട്ട് തോന്നും. ഞാൻ ചോദിക്കുന്നത്, ഗാന്ധിജിയെക്കുറിച്ചും മദർ തെരേസയെക്കുറിച്ചും മണ്ടേലയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മാത്രമാണല്ലോ ഈ വർത്തമാനം പറയുന്നത്. അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. അള്ളാഹു മതമനുസരിച്ചാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇതാണ് പുരോഹിതന്മാർ തുറന്നു പറയേണ്ടുന്ന സംഗതി. മതമനുസരിച്ചാണോ അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അതല്ല, നീതിയാണോ അള്ളാഹുവിൻ്റെ മാനദണ്ഡം? നീതി എന്നത് ഏതെങ്കിലും മതത്തിലേക്ക് മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണോ? അതല്ല, അതിന് കേവലമായ സ്വഭാവമുണ്ടോ? സ്വർഗനരകങ്ങൾ പടച്ചോൻ തീരുമാനിക്കുന്നതായിക്കോട്ടെ, എങ്കിലും നിങ്ങളും തീരുമാനിക്കണ്ട, ആരും തീരുമാനിക്കണ്ട. സ്വർഗം നന്മ ചെയ്യുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ നന്മ ചെയ്യുന്നവരിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുകയും മറ്റുള്ളവരൊക്കെ മാറിപ്പോവുകയും ചെയ്യുമോ? നന്മ എന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നന്മയാകുന്നത്? വഴിയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. ആ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നയാളെ ഒരു കൃഷ്ണൻ രക്ഷപ്പെടുത്തുന്നു. ഇത് നന്മയാണോ? അല്ലേ? അവിടെ ഒരു അബൂബക്കർ രക്ഷപ്പെടുത്തിയാലേ അത് നന്മയാവുള്ളൂ. എന്ത് വർഗീയതയാണ് നിങ്ങൾ പറയുന്നത്? എന്തുമാത്രം വിവരക്കേടാണ് ഈ കൂട്ടർ പറയുന്നത്? ഇതിനേക്കാൾ വലിയ വിഭാഗീയത ഉണ്ടോ? യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ മുഴുവനും അകറ്റുന്ന നിലപാടുകളല്ലേ ഇവർ പറയുന്നത്. ഇവർക്കെങ്ങനെ അങ്ങനെ പറയാതിരിക്കാൻ കഴിയും? ഇവർ വായിക്കുന്ന കിതാബുകൾ അങ്ങനെയുള്ളതാണ്. ഫതുഹുൽ മുഈൻ എന്ന കിതാബ് അടക്കം, ഞാൻ ഏതെങ്കിലും ഒരു കിതാബിനെ മാത്രം ആക്ഷേപിക്കുകയല്ല, നിങ്ങൾ നോക്കണം. കാഫിറിന് വെള്ളം കൊടുത്താൽ കൂലിയില്ല എന്ന് എഴുതിയ കിതാബാണത്. നിസ്കരിക്കാത്തവന് വെള്ളം കൊടുത്താൽ വെള്ളം കൊടുക്കരുതെന്ന് എഴുതിയ കിതാബാണത്. ജംറിൻ്റെ വക്തും വിട്ട് നിസ്കാരം ബന്ധിച്ചാൽ തലവെട്ടിക്കളയണം, ദുരിബ ഒലുക്കൂ എന്നെഴുതിയ കിതാബാണത്. ആ കിതാബ് വായിച്ച് പഠിച്ചിട്ട് അത് അറബി കോളേജിലും ദർസിലും ചർവണം നടത്തി പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെയല്ലാതെ പ്രസംഗിക്കാൻ ഒക്കുമോ? ഇങ്ങനെയല്ലാതെ പറയാൻ ഒക്കുമോ? ഇങ്ങനെയാണ് മുർത്തത്തിനെ കൊന്നുകളയണമെന്ന്. കാഫിറുകളോട് അൽ വലാഉ വൽ ബറാ, കാഫിറുകളെ ഉറ്റ സുഹൃത്തുക്കളാക്കരുതെന്ന്. കാഫിർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അവർ പറയുന്നത് അമുസ്ലിങ്ങളാണ് കാഫിറുകൾ. അവർ ഉറ്റ സുഹൃത്തുക്കളാക്കരുതെന്ന്, ആത്മമിത്രങ്ങളാക്കരുതെന്ന്, പേഴ്സണൽ സെക്രട്ടറി ആക്കരുതെന്ന്, കീ പോസ്റ്റുകളിലൊന്നും വെച്ച് പോകരുതെന്ന് കവനത്തോറും നടന്ന് പ്രസംഗിച്ച വർഗീയവാദികളാണ് ഈ കൂട്ടർ. അവരിങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. മനുഷ്യരെ അകറ്റാൻ, ഭിന്നതകളുണ്ടാക്കാൻ, മതത്തിൻ്റെ പേരിൽ വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കാൻ, ഒരു സമൂഹം മാത്രമായി തീരണമെന്ന് പടച്ചോൻ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നത്. ഒരു സമുദായം മാത്രമാക്കി, ഒരു മതം മാത്രമാക്കിയിട്ട് അള്ളാഹു നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാഗ്രഹിക്കുന്നു കൂട്ടരെ? ഈ വൈവിധ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ഇവിടെ ഹിന്ദു ഉണ്ട്, ആ ഹിന്ദു മതത്തെയും ഹിന്ദു ദർശനങ്ങളെയും സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അത് സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. ഇസ്ലാമുണ്ട്, അത് സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും അള്ളാഹുവാണ്. യഹൂദരുണ്ട്, ബുദ്ധരുണ്ട്, ജൈനരുണ്ട്, സിഖുകാരുണ്ട്, എല്ലാ ദർശനങ്ങളും, ഇതിനെയൊക്കെ അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത്. അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മതത്തിൻ്റെ മേൽ മറ്റൊരു മതത്തെ പൊരുതിയാൽ ഒടുങ്ങുകയില്ല. ആരെ തോൽപ്പിക്കാനാ ആഗ്രഹിക്കുന്നത്? പടച്ചോനെ തോൽപ്പിക്കുമ്പോഴേ മതത്തെ തോൽപ്പിക്കാനൊക്കെ ഉള്ളൂ. പടച്ചോനെ പരാജയപ്പെടുത്തുമ്പോഴേ മതത്തെ പരാജയപ്പെടുത്താനൊക്കെ ഉള്ളൂ. എല്ലാ വേദങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിൽ ആ വേദം എല്ലാ കാലത്തും ഇവിടെ നിലനിൽക്കേണ്ടതാണ്, നിലനിൽക്കുന്നതാണ്. ആ വേദങ്ങളനുസരിച്ച് അവരവർ ജീവിക്കട്ടെ. ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയേണ്ടതില്ല.
അങ്ങനെ പ്രവാചകന്മാരാരും പറഞ്ഞിട്ടുമില്ല. മതം മാറ്റം ഒരു വ്യവസായമായി വലിയ ലാഭകരമായ ഒരു കച്ചവടമായി മാറിയപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ആളുകളുണ്ടായത്. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാ, പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മനുഷ്യർ അവരവരുടെ വേദങ്ങളനുസരിച്ച്, അവരവരുടെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളനുസരിച്ച്, അവർക്ക് മനസ്സിലായ ശരീഅത്തനുസരിച്ച് അവർ ജീവിക്കട്ടെ. അവർക്കെല്ലാവർക്കും മോക്ഷമുണ്ട്. തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ബാഹ്യമായ നീതി അനുസരിച്ച് വിലയിരുത്തുമ്പോൾ ഗാന്ധിജി സ്വർഗത്തിൽ പോകാതിരിക്കാൻ ഒരു ന്യായമില്ല. ഒരു ന്യായം നമ്മൾ കാണുന്നില്ല. മണ്ടേല സ്വർഗത്തിൽ പോകാതിരിക്കാൻ ഒരു ന്യായം കാണുന്നില്ല. 27 വർഷം ഒരു സമൂഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും ജയിലിൽ ഹോമിച്ച് തീർത്തുവെങ്കിൽ ആ മനുഷ്യന് പടച്ചോൻ സ്വർഗ്ഗം അല്ലാതെ അതിന് മേലെ വല്ലതുണ്ടെങ്കിൽ അതല്ലാതെ പടച്ചോൻ എന്താ കൊടുക്കുക? അങ്ങനെയല്ലാതെ പടച്ചോന് കൊടുക്കാൻ പറ്റുമോ? നീതിയായ അള്ളാഹുവിന്, കാരുണ്യവാനായ അള്ളാഹുവിന് അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നെൽസൺ മണ്ടേലയെ നരകത്തിലേക്ക് അയക്കുന്ന ഒരു പടച്ചവനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സങ്കല്പിക്കാൻ ഒക്കുന്നുണ്ടോ? എങ്ങനെ സാധിക്കും അള്ളാഹുവിന്? ഏത് നീതിയായിരിക്കും അള്ളാഹുവിനെ ഭരിക്കുക? എന്നിട്ട് മനുഷ്യർക്കിടയിൽ ഭിന്നതകളുണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി തനി വർഗീയത പറയുകയും ആ വർഗീയതയ്ക്ക് വേണ്ടി ഖുർആനെ വക്രീകരിക്കുകയും ചെയ്യുന്ന കൂട്ടർ യഥാർത്ഥത്തിൽ നമ്മളെ ആരെയും നയിക്കുന്നത്, സാധാരണക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളെ ആരെയും നയിക്കുന്നത് നന്മയിലേക്കല്ല, ഖുർആനിലേക്കല്ല, മറിച്ച് അവർ അവരുടെ സംഘടനാ താല്പര്യങ്ങളിലേക്കും സംഘടനാ ആലയങ്ങളിലേക്കും മാത്രമാണ്. സൂക്ഷിക്കണം, ജാഗ്രത പുലർത്തണം. അള്ളാഹുവിൻ്റെ ദീൻ വിശാലമാണ്, സംഘടനകൾ ഉണ്ടാക്കുന്ന ദീൻ വളരെ കുടുസാണ്. വിശാലമായ ദീനിലേക്ക് പ്രവേശിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.